കാലത്ത് മിമിക്രിയിൽ നിന്ന് വന്നതാണ്, അല്ലെങ്കിൽ അതെ കോമഡി ചെയ്ത് വന്നതാണ്. അതെ അപ്പൊ ഇത് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ഇത് ഇവര് കോമഡി ചെയ്ത് അതെ വന്നതാണെന്നുള്ളത്. അതെ അതെ എന്നിട്ടും അപ്പൊ അവസരം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇവർ മനസ്സിലാക്കാത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് എനിക്കറിയില്ല. അതിപ്പോ ഒരാൾ തർക്കിച്ചിട്ടുണ്ടോ ചിന്തിക്കണം. ഇവരോട്? നിങ്ങൾ എന്താ അങ്ങനെ ചോദിച്ചത്? എനിക്ക് കോമഡി മാത്രമേ പറ്റുള്ളൂ എന്ന് എന്താ ചോദിച്ചതെന്ന് അങ്ങനെ അത് ഞാൻ തമാശയായിട്ടൊക്കെ പറയാറുണ്ട് ട്ടോ. നമ്മള് വിചാരിച്ചു, ഓ നിങ്ങള് മറ്റേ നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ചിലപ്പോ ഇതുപോലെ ഇടയ്ക്കൊക്കെ കാണുമ്പോൾ ചോദിക്കും. ഞാൻ ചോദിക്കും, ആ ക്യാരക്ടറൊക്കെ എനിക്ക് തന്നുകൂടായിരുന്നു, ഒരു സീനാണെങ്കിൽ എനിക്ക് ചെയ്തുകൂടായിരുന്നു. അയ്യോ അത് അവര് ഡയറക്ടർ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ അവര് പറയും, അയ്യോ അവര് കോമഡി അല്ലേ. ഞാൻ പറഞ്ഞു അങ്ങനെയല്ലേ, നമുക്ക് തന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ചാൻസ് നമുക്ക് കിട്ടണം. അവസരങ്ങൾ ചോദിക്കാറുണ്ടോ? ഇതേ കണക്ക് എനിക്കൊരു സീരിയസ് റോൾ തരണം. ഇല്ല, ഞാൻ ചോദിക്കാറില്ല. അതാ ചോദിക്കാൻ. ചോദിക്കാറില്ല വെച്ചാ ചോദിച്ചാ കിട്ടൂല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നേ. അതാരും പറഞ്ഞു തന്നു. അങ്ങനെയല്ല കേട്ടോ, ചോദിച്ചാ കിട്ടുന്ന അങ്ങനെയല്ല. എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയട്ടെ, ഇപ്പോ ഡെയിലി നമുക്ക് ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കുന്ന സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്. പക്ഷെ അവരുടെ ഒരു മൂവി വരുമ്പോ എന്നെ വിളിച്ചില്ല എന്നുള്ള എനിക്ക് സങ്കടമേ ഇല്ല. ഞാൻ ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്യാറില്ല. എനിക്ക് ഫീൽ ചെയ്ത കാര്യം കേട്ടോ, നമ്മളിപ്പോ ചിലപ്പോ ചാൻസ് ചോദിച്ചു കഴിഞ്ഞാ ചോദിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും ഒരെണ്ണം തരാ. നമുക്ക് ആ എന്തെങ്കിലും ഒരെണ്ണം എന്നുള്ളതല്ലല്ലോ, നമുക്ക് നല്ലൊരു ക്യാരക്ടർ ഒരു സീൻ മതി, കട്ട് ചെയ്ത് പോവാത്ത ഒറ്റ സീൻ മതി ഒരു ആർട്ടിസ്റ്റിന് ഒരു ഇത് വരാനായിട്ട്. അതെ അതെ. പക്ഷെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു വേഷം തരും. അല്ലെ പിന്നെ നമുക്ക് പേയ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും അതല്ലെങ്കിലും കോംപ്രമൈസ് ചെയ്യാറുണ്ട് പേയ്മെന്റിന്റെ കാര്യത്തിൽ. പക്ഷെ ആ ഒരു ഇതാണ് എനിക്ക് തോന്നിയില്ല. പിന്നെ എന്നെ വർക്കിന് വിളിച്ചിട്ടുള്ളത് ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ് എന്നെ കൂടുതലും വർക്കിന് വിളിക്കാറ്. ഒരു കോണ്ടാക്ട് ഇല്ലാത്ത ആളുകൾ വർക്കിനായിട്ട് എനിക്ക് ഇവരെ അറിയത്തു പോലില്ല. പുതിയ ടീംസ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ നേരത്തെ എഡിമാരൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാർ അവര് വിളിക്കാറുണ്ട് ഒരുപാട്. അങ്ങനത്തെ പഴയവര് വിളിക്കില്ലെന്നല്ല കേട്ടോ ഞാൻ. മനസ്സിലായി. കലയിടരുത് പ്ലീസ്. അല്ല, ഞാൻ ചോദിച്ചെന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാരും പറയാറുണ്ട് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ളത്. ഇപ്പൊ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ല, എന്റെ അപ്പൊ നമ്മള് ചാൻസ് ചോദിച്ചത് കൊണ്ടോ ഞാൻ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഞാൻ പറയാ. ഇപ്പൊ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വീഡിയോ വിഷസ് ചോദിക്കാനായിട്ട് ഒരു 2 ആഴ്ച മുമ്പുള്ള ഒരു കാര്യം കേട്ടോ ഞാൻ പറയണ. വീഡിയോ വിഷ് ചോദിക്കാനായിട്ട് ഇങ്ങനെ വിളിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ടെലിവിഷൻ സംഘടനയിൽ അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പലർക്കും അത് ബുദ്ധിമുട്ടായി തുടങ്ങിയത് കൊണ്ടാട്ടോ കുറച്ച് 2-3 വർഷമായിട്ട് അങ്ങനെ കൊടുക്കണ്ടെന്നുള്ളൊരു ഇത്. അപ്പോ സംഘടനയിൽ തന്നെ ഒരു തീരുമാനം അങ്ങനെ സംഘടന ആത്മയില് അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. അത് വെച്ചാൽ ഒരുപാട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്കാണെങ്കിലും പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാട്ടോ. അതായത് ഈ കാസർഗോഡ് ആ ഭാഗത്ത് ഒരു കോളേജിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ഗസ്റ്റ് ആയിട്ട്. പോവാനായിട്ട് വിളിച്ചു. എല്ലാം ഫിക്സ് ചെയ്ത് അവര് ട്രെയിൻ ടിക്കറ്റ് അയച്ചു തരാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വരുന്നുണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ഇതും പിന്നെ ആശംസ കൊടുക്കുമല്ലോ. ഈ വരുന്നുണ്ടെന്നുള്ള ഒരു എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ആശംസ മാത്രം ഇട്ടിട്ട് എന്നെ തേച്ചു. വിളിച്ചില്ല പോണ്ട. അതിനുശേഷം ഞാൻ വിചാരിച്ചു വേണ്ട. അത് വളരെ മോശമായി പോയിട്ടോ വേറെ ചെയ്തത്. അതെ അതെ. അല്ല ഒരുപാട് പേരുണ്ട് കേട്ടോ. മാത്രല്ല അങ്ങനെ 1-2 അനുഭവം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഇപ്പൊ ഈ 2 ആഴ്ച മുമ്പുള്ള ആ ചേട്ടനെ എനിക്ക് അറിയണ ഒരു 10 വർഷം മേലായിട്ട് അറിയാം. 1-2 മൂവീസിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം ഒരുപാട് വർക്കുകൾ, ഒരുപാട് ഹിറ്റ് മൂവീസ് ഒക്കെ അവരുടെ ആ ഒരു ഗ്യാങ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നെ വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു, ചേട്ടാ ഇത്രയും വർഷമായിട്ട് പരിചയമായിട്ട് എന്തോരം ഹിറ്റ് പടങ്ങള്, ഒരു സീനെങ്കിലും വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അത് ഡയറക്ടർ പറയും വേണ്ട, വേറെ അവർക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടാവും. അപ്പൊ ഞാൻ ചോദിച്ചു എന്നാ പിന്നെ വിഷസ് അവരോട്, അതവര് തരില്ല. അപ്പൊ ഞാൻ വിശ്വസിനാണെങ്കിലും നമ്മൾ ഓർത്തല്ലോ, അതില് ഞാനൊരു പോസിറ്റീവാ കാണുന്നത്. എല്ലാരും പറയുന്നത് കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ കണക്ഷൻസ് ആണ് സിനിമയിൽ നിലനിർത്തുന്ന ഒരു മനുഷ്യനെ. അപ്പൊ ചേച്ചി പറയുന്നുണ്ട് ചേച്ചിക്ക് സിനിമയിൽ അധികം ബന്ധങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. അറിയാം, ഒരുവിധം എല്ലാവരും അറിയാം. പക്ഷെ ഞാൻ പറയില്ല, ഡെയിലി മെസ്സേജ് ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ അവര് മൂവീസ് ഒരുപാട് വരുന്നത് ഡെയിലി നമ്മൾ ഗുഡ് മോർണിംഗ് അയക്കുന്നവരെ നമ്മൾ ഓർക്കാതിരിക്കില്ലല്ലോ. ഞാൻ അയച്ചില്ലെങ്കിൽ അവരും കൂടെ വിളിക്കാറില്ല. എനിക്ക് വിഷമമില്ല. അല്ല, ഇത് ആലോചിച്ചിട്ടില്ലേ എന്തുകൊണ്ടാണ് വിളിക്കാത്തത്? ഞാൻ അങ്ങനെ ചിന്തിക്കാറ്. ഞാൻ അങ്ങനെയാ,
ഇല്ല ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്താലേ നമുക്ക് സങ്കടം ഉണ്ടാവുള്ളൂ. നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്ടിരുന്നാ പോരെ. വിളിക്കുകയാണെങ്കിൽ പോയി ചെയ്യും, സന്തോഷം. വിളിക്കണം എന്ന് പറഞ്ഞാൽ അതിലൊരു വേഷം തരാം. നമ്മൾ ചോദിച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞ് ചമ്മി പോവില്ലേ? അല്ല, നമ്മൾ ചോദിച്ചാലല്ലേ കിട്ടുള്ളൂ എന്നുള്ളൊരു വിഷമം കൂടിയുള്ളൂ. അത് നമുക്കറിയാലോ. ഓരോരുത്തർക്ക് നേച്ചർ അറിയാലോ. ഓക്കെ, എല്ലാവരെയൊക്കെ അറിയാം ഇങ്ങനെയൊക്കെ ആണ്, സോ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. ഈ ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ വരുന്നു, അതുകൊണ്ട് ഈ പേയ്മെന്റ് ഡിലേ ആക്കുക, പേയ്മെന്റ് തരാതിരിക്കുക എന്നൊക്കെ ഉള്ള സിറ്റുവേഷൻസ് വരാറുണ്ടോ? അല്ലെങ്കിൽ പറഞ്ഞ പേയ്മെന്റ് തരാതിരിക്കുക, അതിന്റെ പാതിക്ക് പാതി ഒരുപാട് കേട്ടിട്ടുണ്ട്. അതെന്താ വെച്ചാ ഒരു മൂവി ചെയ്തപ്പോ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് പറഞ്ഞ ഒരു ഇത്രയും ഡേയ്സ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് എൻ്റെ അച്ഛൻ മരിച്ച ആ സമയത്തായിരുന്നു. അപ്പോ അത് കഴിഞ്ഞിട്ട് 6 മാസമായിട്ട് ഡബിങ്ങിനൊന്നും വിളിക്കില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വിളിച്ചു, കൺട്രോളറെ വിളിച്ചു. ആളിപ്പോ വർക്കൊന്നും ചെയ്യണില്ല എന്നാ തോന്നുന്നത്. ആളെ വിളിച്ചപ്പോഴത്തേക്കും ആളുടെ ഇങ്ങോട്ട് സംസാരിക്കുന്ന രീതി ഭയങ്കര ഇതായിരുന്നു. ഭയങ്കര അറഗന്റ് ആയിട്ടാ സംസാരിച്ചത്. കാരണം ആ ചേട്ടനെ നമ്മൾ അങ്ങനെയല്ല, നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ്. നമ്മളവിടെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ആളുടെ സംസാര രീതി ഭയങ്കര മോശമായിരുന്നു. അത് പേയ്മെന്റ് ചോദിച്ചേനാണ് കേട്ടോ. അതായത് ഇല്ലില്ല, അത് ഒരു 7 ദിവസത്തെ ഷൂട്ടാ പറഞ്ഞേ. പക്ഷെ 10 ദിവസം പോയി. പക്ഷെ നമ്മൾ 7 ദിവസത്തെ ഇത് വെച്ചിട്ടാണല്ലോ പേയ്മെന്റും പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രൊഡ്യൂസറെ വിളിച്ചു. പ്രൊഡ്യൂസർ എന്റെ അടുത്ത് ചോദിക്കുന്നത്, അവരെനിക്ക് തോന്നുന്നു ആ ഒരു മൂവി ചെയ്തിട്ടുള്ളൂ എന്നാ തോന്നുന്നു കേട്ടോ. തോന്നുന്നില്ല, എനിക്ക് അറിഞ്ഞൂടാ. 2 പേരുണ്ടായിരുന്നു. അതിൽ ഒരാളെയാണ് എനിക്ക് കിട്ടിയത്, നമ്പർ കിട്ടിയിട്ട് വിളിച്ചു. അപ്പൊ ചോദിക്കാ, അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഇതിനകത്തുണ്ടായിരുന്നു, അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യൂ, പോയി മീൻസ് സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അങ്ങനെ ഒരു ഞാൻ അങ്ങനെ പറഞ്ഞു. ഞാൻ വഴക്കിട്ടല്ലോ കേട്ടോ, ഞാൻ പൊതുവെ അങ്ങനെ എടുത്തടിച്ച് സംസാരിക്കാറില്ല. അങ്ങനെ സഹി കിട്ടു, എല്ലാവർക്കും മൂഡ് സ്വിംഗ് ഉണ്ടാവില്ല, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിലേ ഉള്ളൂ. ആണ്, പക്ഷെ അങ്ങനെയൊന്നും ജെനുവിൻ അല്ലാണ്ട് ഒക്കെ രീതിയിൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. എന്റെ ഫ്ലോ കളയല്ലേ. എന്നിട്ട് ആളോട് ഞാൻ വളരെ പൊളൈറ്റ് ആയിട്ട് സംസാരിച്ച. ഞാൻ പറഞ്ഞു, ചേട്ടാ സർ ഒരു കാര്യം ചെയ്യും, സ്റ്റുഡിയോയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. കാര്യം ആള് ലൊക്കേഷനിൽ വന്നിട്ടുള്ളതാണ്, നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. അത് ഇപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് പോലെ. അപ്പോൾ ഞാൻ പിന്നെ അത് പേയ്മെന്റ് ഞാൻ സ്റ്റുഡിയോയിൽ അന്വേഷിച്ചപ്പോഴത്തേക്കും എന്റെ ക്യാരക്ടർ മാത്രം ഡബ് ചെയ്യാണ്ട് അങ്ങനെ വച്ചേക്കുവാ. ഡബ് ചെയ്യാണ്ട് വച്ചേക്കുവാ. കാര്യം ഞാൻ എന്റെ വോയിസ് വേറെ ആരെയും കൊണ്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല, അത് വേറെ കാര്യം. പക്ഷെ ആ സമയത്ത് പേയ്മെന്റിന്റെ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ഞാന് മീൻസ് നമ്മുടെ അമ്മ അസോസിയേഷനില് ഇടവേള ബാബുചേട്ടനെ വിളിച്ച് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, 6 മാസമായി, ഇതുവരെ പേയ്മെന്റ് ഒന്നും തന്നില്ല. അപ്പൊ ഞാൻ വിളിച്ചപ്പോ 2 എനിക്ക് ഇങ്ങനെയായിരുന്നു പ്രതികരണം ഉണ്ടായിരുന്നേ. അപ്പൊ അതെനിക്കൊന്ന് വാങ്ങിത്തരാവോ, ഇച്ചിരി അത്യാവശ്യമാണ് പറഞ്ഞു. ഓക്കെ അഞ്ജന, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ബാബുചേട്ടൻ വിളിച്ചു പറഞ്ഞു, നാളെ തന്നെ പോയി ഡബ് ചെയ്തോ, ഒന്നും വേണ്ട, പേയ്മെന്റ് കൈ കിട്ടി സൈൻ ചെയ്ത് കൊടുത്തിട്ട് കയറി ഡബ് ചെയ്താൽ മതി പറഞ്ഞു. പക്ഷെ പേയ്മെന്റ് കിട്ടി, എന്നാലും ഒരു കുറച്ച് പൈസ കുറച്ചിട്ടാ ഞാൻ ഇത് ചെയ്ത്. എന്നാലും കുഴപ്പമില്ല, അത്രയെങ്കിലും കിട്ടിയില്ല. അപ്പൊ അസോസിയേഷൻ വഴി നമുക്ക് അങ്ങനെ ഒരു പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോ ഈ കൺട്രോളർ ഉണ്ടായിരുന്നു, ഒരു വാക്ക് സംസാരിച്ചില്ല പുള്ളി. അല്ല, അങ്ങനെ ഭയങ്കര അറഗന്റ് ആയിട്ടാ സംസാരിച്ചത്. നമ്മൾ പണിയെടുത്ത കാശല്ലേ ചോദിക്കുന്നേ. അപ്പോ നമ്മളത് ഇങ്ങനെ വാങ്ങിക്കേണ്ടി തരേണ്ടി വരുന്ന പുള്ളി പ്രതീക്ഷിച്ചില്ല. അതിന്റെ ഒരു ചമ്മലായിരിക്കാം മേ ബി. മലയാള സിനിമയിൽ സ്ത്രീകൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സേഫ് സ്പേസ് ആണോ? കാരണം ഇപ്പൊ റീസെന്റ് ഒരു വലിയ സംവിധായകനെതിരെ ഒരു ആരോപണം വന്നിട്ടുണ്ടായിരുന്നു, രഞ്ജിത്തിനെതിരെ. അപ്പോ ചേച്ചിക്ക് അതുപോലെ എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കൂടെ ഉള്ളവർക്ക് അങ്ങനെ അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടോ? എനിക്കങ്ങനെ ദുരനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, അത് നമ്മള് നിക്കുന്ന പോലെ ഉണ്ടാവുന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മള് ഇപ്പൊ ഞാൻ പറയട്ടെ, എല്ലാ മനുഷ്യരാണല്ലോ, എല്ലാവർക്കും നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ട്. അപ്പൊ നമ്മള് എങ്ങനെയാണോ അവരോട് അപ്രോച്ച് ചെയ്യുന്നത് ആ രീതിയിൽ
നമ്മളോട് അപ്രോച്ച് ചെയ്യുള്ളൂ. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, ഇതിപ്പോ ഒരു ഇതുണ്ടാക്കാനല്ല, ഞാൻ എൻ്റെ അനുഭവം കൊണ്ടാ പറയുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് നമ്മുടെ ഫീൽഡ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഫീൽഡ് എന്നേ ഞാൻ പറയുള്ളൂ. പ്രത്യേകിച്ച് പെൺകുട്ടികള്. മലയാളം നല്ല സിനിമ ഫീൽഡ് കാര്യം ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മള് ഏതൊരു സ്ഥലത്ത് പോകും, ഇപ്പൊ നമ്മളൊരു ഹോട്ടലില് റൂം എടുക്കാൻ പോണു, അവിടെ നമ്മളൊരു 10 പേരുണ്ടെങ്കിൽ ഒരാളെങ്കിലും നമ്മളെ തിരിച്ചറിയില്ലേ? അവര് ചോദിക്കും, അവര് സാധാരണ എൻ്റെ അടുത്തൊക്കെ ചോദിക്കാറുണ്ട്, ആ മാഡം ഷൂട്ട് ഉണ്ടോ ഇവിടെ അടുത്ത്? ഇപ്പൊ ഞങ്ങൾ ഫാമിലി ആയിട്ട് പോകുമ്പോഴും അങ്ങനെ തന്നെ ചോദിക്കാം, ഷൂട്ട് ഉണ്ടോ മാഡം, എവിടെയാണ്, എന്താണെന്നൊക്കെ ചോദിക്കും. മനസ്സിലായില്ല? അപ്പൊ നമുക്ക് അവിടെ ഹൈഡ് ചെയ്തൊന്നും ചെയ്യാനില്ലല്ലോ. പിന്നെ ഇപ്പൊ നമ്മള് ഒരു ഔട്ട്ഡോർ ഷൂട്ടിന് പോവാ, അവിടെ ഇപ്പൊ പബ്ലിക്കിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മോശം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും യൂണിറ്റിലെ ചേട്ടന്മാര് ഫുൾ ക്രൂ നിൽക്കല്ലേ, അവിടെ ആരെന്ത് നമ്മളെ ചെയ്യാനാ? പിന്നെന്ന് വെച്ചാ നമ്മളുടെ റൂമിന്റെ ഡോറ് നമ്മൾ തുറന്നു കൊടുക്കാതെ ആരും കേറൂല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലേ? സത്യമല്ലേ? അപ്പോ ഈ ചാൻസിന് വേണ്ടി ഇങ്ങനെ ചോദിക്കുമ്പോ വഴങ്ങി കൊടുക്കുന്ന സ്ത്രീകളും ഉണ്ടോ, അവരുടെ സ്വയം താല്പര്യത്തോടെ? അങ്ങനെ അതൊക്കെ അത്ര പേഴ്സണൽ കാര്യങ്ങളല്ല, അതിൽ നമ്മൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ. ഞാനെങ്ങനെ പോണം എന്നുള്ളത് മാത്രമേ ഞാൻ നോക്കുള്ളൂ. മറ്റുള്ളവരെങ്ങനെ പോകുന്നു, അവർക്ക് അങ്ങനെ ഒരു ഇതുകൊണ്ട് അങ്ങനെ ഒരു ഇത് വേണമെന്ന്, അത് അവരുടെ അവരുടെ ചിന്താഗതിയാണ്. ഞാൻ നല്ലൊരു ഇതിൽ പോണോ മോശം രീതിയിൽ പോണോ എന്നുള്ളത് എന്റെ തീരുമാനമാണ്, അല്ലേ? അതിലാരോടോ ഇല്ല അങ്ങനെ എന്താ പറയാ, ഇപ്പോ ഓക്കെ, ഒരു ഇത് ചെയ്തു കഴിഞ്ഞാല്, സാക്രിഫൈസ് ചെയ്തു കഴിഞ്ഞാല് നമുക്ക് വേഷം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളുടെ തീരുമാന, സാക്രിഫൈസ് വേണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ തീരുമാനം. വേണ്ട, എനിക്ക് ആ വേഷം വേണ്ട. അല്ലത് ചെയ്യുന്നത് ഇപ്പം ഞാനിപ്പോ സാക്രിഫൈസ്, ഇപ്പൊ ഒരാളിപ്പോ ചോദിക്കുന്നു എങ്ങനെയാണ് അഭിനയിക്കണം, അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ചോദിക്കുന്നു. അപ്പോ ആക്ട്രസ് പറയാണ് തയ്യാറാണെന്ന് പറയാണ്. അതൊരു മോശം കാര്യമാണോ നല്ല കാര്യമാണോ? അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. അതിപ്പോ അവർക്ക് അത് മോശമല്ല എന്ന് അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അതൊരിക്കലും മോശമല്ലല്ലോ. നടി അഞ്ജന അപ്പുക്കുട്ടനെ അറിയാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും, മിനി സ്ക്രീൻ താരങ്ങൾ പ്രത്യേകിച്ചും. വിവാഹം വരെ ഉറപ്പിച്ച അഞ്ജനയുടെ വിവാഹം മുടങ്ങിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്നല്ലേ? ഇപ്പോഴും അവിവാഹിതയെ തുടരുന്ന അഞ്ജന തനിക്കൊരു തേപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞിരുന്നു. കല്യാണത്തിലേക്ക് വരുത്തിയൊരു പ്രണയമുണ്ടായിരുന്നു. ആ പ്രണയം വിവാഹം ഉറപ്പിച്ചതോടെ അയാൾ തേച്ചിട്ട് പോയി. പക്ഷെ അയാളുടെ കുറച്ച് കച്ചറ സ്വഭാവം തനിക്ക് കിട്ടി. ദേഷ്യം വരുന്നതാണ് അതിൽ ഒരു സ്വഭാവം. അതേസമയം എയർപോർട്ടിൽ വെച്ച് കസ്റ്റംസ് തന്നെ പിടിച്ചതിനെ പറ്റിയും നടി പറയുന്നു. ഉഗാണ്ടയിൽ നിന്നും നാട്ടിലേക്കുള്ള യാത്രക്കിടെ മാറ്റുചാരായം കടത്തിയെന്ന് പറഞ്ഞാണ് തന്നെ കസ്റ്റംസ് പിടിച്ചത് എന്നാണ് അഞ്ജന പറയുന്നത്.